കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്തയാഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗായത്രിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവന്ന് സുധീഷുമായുള്ള കല്യാണം നടത്തി തരാമെന്ന് സുധീഷിന് വാക്കു നൽകി. അവൾ നികേഷിനെയും കൂട്ടി ഗായത്രിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നിധി ഗായത്രിയുമായി തനിച്ച് സംസാരിക്കുകയും സുധീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ക്ഷമ ചോദിക്കുകയും സുധീഷിനി അത്തരത്തിൽ പെരുമാറില്ലെന്ന് അവൾക്ക് വാക്കു നൽകി അവളെ ബോധവൽക്കരിക്കുകയാണ് നിധി. അവിടെ വീട്ടിൽ സുധീഷിനെ പേടിപ്പിക്കാനായി അച്ഛനും സുഭാഷും ഹരീഷും കൂടി ഒരു നാടകം കളിക്കുകയാണ്. നിധി ഗായത്രിയെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവർ സുധീഷിനെ പേടിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സുധീഷ് ആകെ പരിഭ്രാന്തനാവുകയും വീട്ടിൽ നിന്നിറങ്ങി ഓടിപ്പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടനും ഹരീഷും അച്ഛനുമെല്ലാം അവനെ അവിടെ പിടിച്ചു നിർത്തുകയും താൻ നിധിയോട് ചെയ്ത തെറ്റുകൾ അവൻ കരച്ചിലോടെ ഏറ്റുപറയുന്നത് ഹരീഷ് മൊബൈലിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. നിധിയും നികേഷും താനിയെ വീട്ടിൽ തിരിച്ചെത്തുന്നതോടുകൂടി ഗായത്രിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് സുധീഷിനെ പാഠം പഠിപ്പിക്കാനായിരുന്നുവെന്ന് അവൻ തിരിച്ചറിയുകയാണ്. പരിഭ്രാന്തിയോടെ സുധീഷ് തെറ്റുകൾ ഏറ്റുപറയുന്ന വീഡിയോ ഹരീഷ് നിധിയെ കാണിച്ചു കൊടുക്കുക. എല്ലാം ഒരു നാടകമായിരുന്നുവെന്ന് മനസ്സിലാക്കിയ സുധീഷ് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിധിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവനോട് ക്ഷമിക്കുന്ന നിധി പിന്നീട് അവനെയും കൊണ്ട് ആ രാത്രി പുറത്തേക്ക് പോവുകയാണ്. ഗായത്രിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ റോഡിൽ വെച്ച് നികേഷിന്റെ അമ്മയെ കാണാനിടയായ സ്ഥലത്തേക്കാണ് അവൾ സുധീഷിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ എത്തുമ്പോൾ കാറിൽ നിന്നിറങ്ങുന്ന നിധി സുധീഷിനോടായി നികേഷിന്റെ അമ്മയെ കണ്ട കാര്യം പറയുന്നുണ്ട്. താൻ അവരെ കാണുമ്പോൾ നികേഷ് തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അവൻ അമ്മയെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് നികേഷിനെ അമ്മയുടെ കാര്യം അറിയിച്ചിട്ടില്ലെന്നും അവരെ താൻ വഴിയിൽ വെച്ച് 2 പ്രാവശ്യം കണ്ടെന്നും എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്നും നിധി സുധീഷിനോടായി പറയുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കാമെന്ന് സുധീഷ് നിധിക്ക് വാക്കു നൽകുകയാണ്. ഇതിനിടയിൽ ഗായത്രിയുടെ വിഷയത്തിൽ സുധീഷ് വീണ്ടും നിധിയോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ക്ഷമ ചോദിക്കേണ്ടത് ഗായത്രിയോടാണെന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് കിളിക്കൂട്ടിൽ ഹരീഷ് വിളിച്ചിട്ട് കോൾ എടുക്കാത്തതിനെ തുടർന്ന് നീതു ഹരീഷിനെ അന്വേഷിച്ച് കിളിക്കൂട്ടിലെത്തുകയാണ്. അവൾ കോൾ എടുക്കാത്തതിന് ഹരീഷിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ കോൾ എടുക്കാതിരുന്നതെന്നും ഹരീഷ് പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് നീതു ചോദിക്കുന്നുണ്ട്. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നികേഷ് ഗായത്രിയുടെ കാര്യം പറയാനായി തുടങ്ങുമ്പോഴേക്കും ഹരീഷ് അവനെ തടയുകയാണ്. ഹരീഷ് നികേഷിനെ തടഞ്ഞതിനെ ചൊല്ലി നീതു അവനുമായി വഴക്കിടുമ്പോഴേക്കും ഹരീഷ് അവളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി മാറി നിന്ന് അവളോട് സംസാരിക്കുകയാ. വീട്ടിലെ പ്രശ്നങ്ങൾ ഹരീഷ് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് നീതുവുമായുള്ള വാദപ്രതിവാദങ്ങൾക്ക് കാരണമാവുകയാണ്. ഒടുവിൽ ഹരീഷ് ഒരുവിധം അവളെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. വീട്ടിലെത്തുന്ന സുധീഷും നിധിയും നികേഷിന്റെ അമ്മയെക്കുറിച്ച് അച്ഛനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അനാവശ്യമായി ഓരോ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ വന്നതാണെങ്കിൽ അത് ചെയ്യണമെന്നും പറഞ്ഞ് അച്ഛൻ നിധിയെ ശാസിക്കുന്നുണ്ട്. നിധി മറ്റാരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതാണെന്നും നികേഷിന്റെ അമ്മ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് അച്ഛൻ നിധിയോട് വാദിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കേണ്ടെന്നും നികേഷ് ഇതറിയാൻ ഇടപെടരുതെന്നും ഓർമ്മിപ്പിച്ച് അച്ഛൻ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കാനായി കർശനമായി താക്കീത് നൽകുകയാണ്. ഈ സത്യം നികേഷ് അറിഞ്ഞാൽ നികേഷിനത് വലിയ മാനസിക ആഘാതം ഉണ്ടാവുമെന്ന് അച്ഛൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നികേഷ് ഇക്കാര്യം അറിയരുതെന്ന് നിധിയോട് പലതവണ ആവർത്തിച്ചു പറയുന്നത്. നികേഷിന്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നും അവരെ നാട്ടിൽ തന്നെ താമസിക്കുന്നു എന്നുള്ള സത്യവും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അത് കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിക്കുമെന്നും അച്ഛൻ ഭയപ്പെടുകയാണ്. നികേഷിന്റെ അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ അച്ഛൻ കാണിച്ച പരിഭ്രമവും ദേഷ്യവും വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള വ്യഗ്രതയുമെല്ലാം കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലെന്നും എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ടെന്നും സുധീഷിനും നിധിക്കും തോന്നുകയാണ്. ഒടുവിൽ നികേഷിന്റെ അമ്മയെ കണ്ടെത്താനുള്ള നിധിയുടെ തീരുമാനത്തിന് സുധീഷ് പൂർണ്ണ പിന്തുണയുമായി അവളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അമ്മയെ താൻ കണ്ടെത്തി തരാമെന്ന് സുധീഷ് അവൾക്ക് വാക്കു നൽകുന്നുണ്ട്. അച്ഛൻ സത്യം പറയാൻ മടിക്കുന്ന ഈ സാഹചര്യത്തിൽ താൻ സ്വയം അന്വേഷിച്ച് നികേഷിന്റെ അമ്മയെ കണ്ടെത്തി തരാമെന്ന് അവൻ ഉറപ്പു നൽകുകയാ. അച്ഛന്റെ വായിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന സുധീഷ് ഒരു ദിവസത്തെ സമയം ചോദിച്ച് നികേഷിന്റെ അമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം ഏറ്റെടുക്കുകയാണ്. നികേഷ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടെയും രഹസ്യവുമായാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സുധീഷും നിധിയും തീരുമാനിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ സുഭാഷിന്റെ കാലുളുക്കുകയാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാറ്റിൽ വഴുതി വീണാണ് സുഭാഷിന്റെ കാലുളുക്കുന്നത്. കാര്യമറിയുന്ന നിധി സുഭാഷേട്ടനെ ഹോസ്പിറ്റലിൽ പോവാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. ആ മാറ്റ് വഴുതുന്നുണ്ടെന്നും അത് മാറ്റിയിടാൻ താൻ സുഭാഷ് ഏട്ടനോട് പറയണമെന്ന് വിചാരിച്ചതാണെന്നും സുധീഷ് പറയുന്നത് കേൾക്കെ സുധീഷ് സ്വയം അത് ചെയ്യാത്തതിന് നിധി അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന അച്ഛനും സുഭാഷിനോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവൻ കാലുളുക്കിയ കാര്യം പറയുകയാ. നിധി അപ്പോഴേക്കും വേദനയ്ക്കുള്ള ഒരു സ്പ്രേ എടുത്തുകൊണ്ടുവന്ന് സുഭാഷ് ഏട്ടന് കൊടുക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അത് തടഞ്ഞ്
ഏതെങ്കിലും ഒരു എണ്ണ എടുത്തു കൊണ്ടുവരാനായി പറയുന്നുണ്ട്. ഹരീഷ് എണ്ണ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ അത് വാങ്ങി സുഭാഷിന്റെ കാലിലിട്ട് തിരുമുകയാ. അച്ഛൻ കാല് തടവുമ്പോഴേക്കും സുഭാഷും വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. സുഭാഷേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കി നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം അച്ഛനോട് നിർത്താനായി പറയുകയാ. വേദന കുറഞ്ഞെന്ന് പറഞ്ഞ് സുഭാഷും അച്ഛനോട് നിർത്താനായി പറയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി കാശ് ചെലവാക്കിയാലേ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവൂ എന്നവരെ വഴക്കു പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. വീണ്ടും ഡോക്ടറെ കാണിക്കാനായി നിധി പറയുന്നുണ്ടെങ്കിലും കുറച്ചു സമയം കൂടി നോക്കി വേദന കുറവില്ലെങ്കിൽ പോവാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ വഴക്കു പറഞ്ഞ് അവിടെ തന്നെ ഇരുത്തി നിധിയും കൂട്ടരും അടുക്കള ജോലികൾ ഏറ്റെടുക്കുകയാണ്. അവിടെ നികേഷിന്റെ അമ്മയും ഇപ്പോഴത്തെ ഭർത്താവും ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവരുടേത്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തതിനെ ചൊല്ലി അയാൾ നികേഷിന്റെ അമ്മയുമായി വഴക്കിടുമ്പോൾ അയാൾ ജോലിക്ക് പോവാത്തതിനെ നികേഷിന്റെ അമ്മയും കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ പരസ്പരം കുറ്റപ്പെടുത്തി വഴക്കിട്ട് അയാൾ നികേഷിന്റെ അമ്മയെ അടിക്കാനായി തുടങ്ങുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. കടം വാങ്ങിച്ചയാൾ ക്യാഷും ചോദിച്ചു വന്നാണെന്ന് മനസ്സിലാക്കിയ അയാൾ അവരോട് ചെന്ന് വാതിൽ തുറക്കാനായി പറയുന്നുണ്ടെങ്കിലും അവരതിന് വിസമ്മതിക്കുകയാ. ഒടുവിൽ നിവൃത്തിയില്ലാതെ അയാൾ തന്നെ ചെന്ന് വാതിൽ തുറക്കുകയാ. ക്യാഷിന്റെ കാര്യം പറഞ്ഞ് അയാൾ വഴക്കിടുമ്പോഴേക്കും കുറച്ചു സമയം ആവശ്യപ്പെടുന്നുണ്ട് നികേഷിന്റെ അമ്മയും. അതിന് വഴങ്ങാതെ ഇപ്പോൾ തന്നെ കാശ് തരണമെന്ന് അയാളും വാശി പിടിക്കുകയാ. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അയാൾ അവർക്ക് ലാസ്റ്റ് ചാൻസ് നൽകുകയാണ്. അടുത്ത ദിവസം അയാൾ എത്തുമെന്നും അതുവരെയുള്ള പലിശ സഹിതമുള്ള ക്യാഷ് നൽകണമെന്നും എന്നയാൾ പറയുന്നത് കേൾക്കെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് വേണമെന്ന് ആ സ്ത്രീ വീണ്ടും അപേക്ഷിക്കുകയാണ്. പലിശ മുഴുവൻ നാളെ തരണമെന്നും ബാക്കി ക്യാഷ് ഒരാഴ്ചയ്ക്കുള്ളിൽ തരണമെന്നും താക്കീതോടെ ഓർമ്മിപ്പിച്ച് ചീത്ത വിളിച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കടക്കാരൻ പോയി കഴിയുമ്പോഴേക്കും ആ സ്ത്രീയും തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയാ. അയാളാണ് കാശ് വാങ്ങിച്ചതെന്നും എങ്ങനെയെങ്കിലും ആ കാശ് തിരികെ കൊടുക്കണമെന്നും അയാളുടെ പഴയ ബൈക്ക് വിറ്റിട്ടാണെങ്കിലും ആ കാശ് കൊടുത്തു തീർക്കണമെന്നും അവർ പറയുന്നുണ്ട്. ആ പഴയ ബൈക്ക് ആരും വാങ്ങുക പോലുമില്ലെന്ന് അയാൾ പറയുന്നത് കേൾക്കെ അയാളെ കല്യാണം കഴിച്ചതാണ് തന്റെ മിസ്റ്റേക്ക് എന്നും കണ്ടവരുടെ ചീത്ത വിളിയെല്ലാം കേട്ട് തന്റെ സമാധാനം പോയിരിക്കുകയാണെന്നും അവർ അയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്റെ സമാധാനമാ പോയതെന്ന് അയാളും പറയുകയാ. അങ്ങനെ അവർ അതേ ചൊല്ലി അവിടെ നിന്ന് വഴക്കിടുകയാ. സുഭാഷേട്ടനോട് വിശ്രമിക്കാനായി പറഞ്ഞ് അവൾ സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും കൂട്ടി അടുക്കള ജോലികൾ ചെയ്യുകയാണ്. എല്ലാവർക്കും നിർദ്ദേശം നൽകി ഓരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്ത് സുഭാഷേട്ടൻ മാത്രം കിച്ചണിലെ ജോലി ചെയ്യുന്നത് ശരിയല്ലെന്നും എല്ലാവരും ചേർന്ന് ഇനി മുതൽ സുഭാഷേട്ടനെ സഹായിക്കണമെന്നും അവൾ എല്ലാവർക്കും കർശനമായി നിർദ്ദേശം നൽകുന്നുണ്ട്. സുധീഷിനെ അവൾ പാത്രം കഴുകാനാണ് ഏൽപ്പിക്കുന്നത്. മനസ്സോടെ സുധീഷും പാത്രം കഴുകുകയാണ്. അതിനിടയിൽ നിധി സുധീഷിനോട് കറിയിൽ കുറച്ച് ഉപ്പിടാനായി പറയുകയും അവൻ കറിയിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പിടാനായി ശ്രമിക്കുമ്പോഴേക്കും നിധി അവനെ വഴക്കു പറഞ്ഞ് അവന്റെ കവിളത്ത് ചെറുതായി ഒരു അടി കൊടുക്കുകയാ. സുധീഷും ഒരു ചമ്മലോടെ ചുറ്റും നോക്കുമ്പോഴേക്കും ഹരീഷും നികേഷും എല്ലാം അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിധി എന്ത് ജോലി പറഞ്ഞാലും അറിയില്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അവളുടെ കയ്യിൽ നിന്ന് അവന് നല്ല വഴക്ക് കിട്ടുന്നുണ്ട്. അതിനിടയിൽ സുധീഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്യുകയുമാണ്. തിരികെ വന്ന അവൻ നികേഷിന്റെ അമ്മ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു എന്ന് നിധിയോട് സ്വകാര്യമായി പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ച് നികേഷ് ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയേണ്ടെന്നും പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ജോലികളെല്ലാം തീർക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് ഓഫീസിലെത്തിയ നിധിയെ സിദ്ധാർത്ഥ് തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് ഒരു ലക്ഷറി വീടിന്റെ ഡിസൈൻ ചെയ്യാനായി ഒരു പ്രൊജക്റ്റ് അവളെ ഏൽപ്പിക്കുകയാണ്. ആ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണമെന്നും പുറത്തേക്ക് പോവേണ്ടാത്ത ആവശ്യം വരാത്ത രീതിയിൽ അത് നിർമ്മിക്കണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കണമെന്നും സിദ്ധാർത്ഥ് നിർദ്ദേശിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ പ്രൊജക്റ്റ് ചെയ്തു തീർത്താലേ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനാവൂ എന്നും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. ആ ലക്ഷറി വീടിന്റെ ഡിസൈൻ പ്രോജക്റ്റ് പൂർണ്ണമായും തന്നെ ഏൽപ്പിക്കുമ്പോൾ ആ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ നിധിക്കും ആശങ്കകൾ ഉണ്ടാവുകയാണ്. ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് തനിക്ക് തനിയെ ചെയ്യാൻ കഴിയുമോ എന്ന സംശയം അവൾ സിദ്ധാർത്ഥുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതൊരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും നിധിയുടെ കഴിവിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവൾക്കത് ചെയ്യാൻ കഴിയുമെന്നും ഉറപ്പ് പറഞ്ഞ് സിദ്ധാർത്ഥ് അവളുടെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. കൂടാതെ പ്രൊജക്റ്റ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ അപ്പോൾ തന്നെ തന്നോട് വന്ന് ചോദിക്കാമെന്നും സിദ്ധാർത്ഥ് അവളോട് പറയുന്നുണ്ട്. ടെൻഷനോടെയും സന്തോഷത്തോടെയും തിരികെ എത്തുന്ന നിധിയോട് ദിവ്യ കാര്യം അന്വേഷിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് തന്നെ ഒരു വലിയ പ്രോജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അത് പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നിധിയും ആവേശത്തോടെ പറയുന്നുണ്ട്. നിധിയുടെ ആവേശവും സന്തോഷവും കണ്ട് ദിവ്യ ആ ഫയൽ വാങ്ങി നോക്കുകയും വലിയൊരു ലക്ഷറി വീടിന്റെ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയ അവൾക്കത് വിശ്വസിക്കാനാവുമായിരുന്നില്ല. സാധാരണയായി ഇത്രയും വലിയ പ്രോജക്റ്റുകളെല്ലാം സിദ്ധാർത്ഥ് തനിയാണ് ചെയ്യാറുള്ളതെന്നും അവസാന ഘട്ടത്തിൽ മാത്രമേ ഞങ്ങളെ കാണിക്കാറുള്ളൂവെന്നും ആ വർക്ക് ശരിക്കും സിദ്ധാർത്ഥ് നിധിയെ ഏൽപ്പിച്ചോ എന്നും അവൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്.
ദിവ്യ അത്ഭുതത്തോടെ ആ കാര്യങ്ങളെക്കുറിച്ച് നിധിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അതുവഴി വരുന്ന സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കുന്നത്. സിദ്ധാർത്ഥ് ദിവ്യയുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാ. തനിക്ക് നിധിയുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ പ്രൊജക്ട് അവളെ ഏൽപ്പിച്ചതെന്നും അവൾക്കത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സിദ്ധാർത്ഥ് ദിവ്യയെ അറിയിക്കുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥ് നിധിയോട് പ്രൊജക്ട് ഉടൻ തന്നെ തുടങ്ങാൻ നിർദ്ദേശിക്കുകയും നിധിക്ക് പ്രോജക്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നോട് വന്ന് ചോദിക്കാമെന്നും സിദ്ധാർത്ഥ് ഉറപ്പു നൽകുകയാണ്. വീണ്ടും സിദ്ധാർത്ഥ് പോവാതെ അവിടെ തന്നെ നിന്ന് നിധിയെ ശ്രദ്ധിച്ച് നിധി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ സംശയത്തോടെ നോക്കുമ്പോഴേക്കും പെർഫ്യൂം നന്നായിട്ടുണ്ട്, നിധിയെ പോലെ തന്നെ നൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടുന്ന് പോവുകയാണ്. സിദ്ധാർത്ഥ് പോയി കഴിയുമ്പോഴേക്കും പെർഫ്യൂമിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച് സിദ്ധാർത്ഥിന് അവളുടെ മേലൊരു കണ്ണുണ്ടെന്ന് ദിവ്യ പറയുകയാണ്. അങ്ങനെയൊന്നുമില്ലെന്നും അതെല്ലാം ആ രീതിയിൽ നോക്കിക്കാണുന്നത് കൊണ്ടാണെന്നും ഈ വലിയ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് താനെന്നും നിധി പറയുകയാണ്. ദിവ്യയും വിടാൻ ഭാവമില്ലായിരുന്നു. നിധി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്തതെന്ന് ചോദിച്ച് ദിവ്യ അവളുടെ അരികിലേക്ക് വന്ന് മണത്തു നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും താൻ പെർഫ്യൂമേ അടിച്ചിട്ടില്ലെന്ന് നിധിയും. അത് കേൾക്കെ നിധിയുടെ നാച്ചുറൽ സ്മെല്ലാണ് സിദ്ധാർത്ഥിന് ഇഷ്ടമായതെന്ന് പറഞ്ഞ് ദിവ്യ അവളെ കളയാക്കുകയാണ്. അവളെ വഴക്ക് പറഞ്ഞ് ജോലി ചെയ്യാനായി പറഞ്ഞു വിടുകയാ നിധി. ആ സമയത്ത് സുധീഷും തന്റെ ഫ്രണ്ടിനെയും കൂട്ടി നികേഷിന്റെ അമ്മയെ നിധി കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവരുടെ ഫോട്ടോ മൊബൈലിൽ കാണിച്ച് അവിടെയുള്ള ആളുകളോടെല്ലാം അവരെക്കുറിച്ച് തിരക്കുന്നുണ്ടെങ്കിലും അവർക്കാർക്കും അറിയില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അങ്ങനെ അവൻ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഒഴുക്കിയ കാലം വെച്ച് ജോലി സ്ഥലത്തെത്തിയ സുഭാഷും വേദന കടിച്ചമർത്തി ജോലി ചെയ്യുന്നത് കണ്ട് അവിനാശ് റെസ്റ്റ് എടുക്കാനായി പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ലെന്നും ജോലി പെട്ടെന്ന് തീർക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞ് സുഭാഷ് വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. ജോലിയുടെ കാര്യമെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ഇങ്ങനെ നടക്കാനാണ് ഭാവമെങ്കിൽ വേദന കൂടുമെന്നും റെസ്റ്റ് എടുക്കെന്നും അവിനാശ് വീണ്ടും നിർബന്ധിക്കെ സുഭാഷും ഒരിടത്തേക്കിരുന്ന് റെസ്റ്റ് എടുക്കാനായി തുടങ്ങുകയാണ്. അപ്പോഴാണ് ചാന്ദിനി അവർക്കുള്ള ഫുഡുമായി അങ്ങോട്ടെത്തുന്നത്. സുഭാഷിന്റെ വേദന കടിച്ചമർത്തിയുള്ള ആ ഇരിപ്പു കാണേ ചാന്ദിനിയും വിഷമത്തോടെ അവന്റെ അരികിലേക്ക് ഇരുന്ന് കാൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. തന്റെ കാലിന്റെ കാര്യം എങ്ങനെ അറിഞ്ഞുവെന്ന് സുഭാഷ് ചോദിക്കേ താൻ വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവിനാശ് കൂടെയുള്ള പണിക്കാരെല്ലാം ചായ കുടിക്കാനായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ചാന്ദിനി സുഭാഷിന്റെ വേദനയുള്ള കാലിൽ പിടിച്ച് നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാലിലൊന്നും പിടിക്കേണ്ടെന്നും അതെല്ലാം മാറിക്കോളുമെന്നും സുഭാഷും പറയുന്നു. എങ്ങനെ ഇത് പറ്റിയെന്ന് ചാന്ദിനി ചോദിക്കെ ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോ മാറ്റ് വഴുതി വീണ കാര്യം സുഭാഷ് പറയുകയാണ്. മരുന്ന് എന്തെങ്കിലും ഉണ്ടോന്ന് അവൾ ചോദിക്കെ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ലെന്നും 2 ദിവസം കൊണ്ട് ശരിയാവുമെന്നും സുഭാഷും പറയുന്നു. അവൾ പെട്ടെന്ന് സുഭാഷിന്റെ വേദനയുള്ള ആ കാൽ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് വേദന എവിടെയാണെന്നെല്ലാം ചോദിച്ച് വിഷമത്തോടെ അവന്റെ കാൽ തടവി കൊടുക്കുകയാണ്. സുഭാഷ് വേദന കൊണ്ട് പുളയുന്നത് കാണെ അവൾക്കും കരച്ചിൽ വരികയാണ്. അവൾ താൻ കൊണ്ടുവന്ന കുഴമ്പെടുത്ത് സുഭാഷിന്റെ കാലിൽ തേച്ച് തിരുമുകയാണ്. വേദന കൊണ്ട് പുളയുന്നവൻ ചാന്ദിനിയുടെ വിഷമം കാണേ വേദന കുറഞ്ഞുവെന്ന് കാണിച്ച് പുഞ്ചിരിക്കാനായി ശ്രമിക്കുകയാണ്. സുഭാഷ് ഏട്ടനെ വേദനയുണ്ടോ എന്ന് ചോദിച്ച് അവൾ കരയുമ്പോഴേക്കും കരയില്ലെന്ന് പറഞ്ഞ് സുഭാഷും അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാലെല്ലാം തടവിക്കഴിഞ്ഞ് ചാന്ദിനി അവനോട് നടന്നു നോക്കാനായി പറയുകയാണ്. നടക്കുമ്പോൾ വേദന കുറഞ്ഞതു കാരണം അവൻ പ്രണയത്തോടെ തന്നെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന ചാന്ദിനിയെ നോക്കി പുഞ്ചിരിക്കുകയാണ്. പിന്നീട് അവൾ താൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് സുഭാഷിന് കഴിക്കാനായി എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി അത് കഴിക്കുകയാണ്. ആ സമയത്ത് ഹരീഷിന്റെ മെക്കാനിക് ഷോപ്പിന്റെ ഉടമസ്ഥൻ അവന്റെ കടയിലേക്ക് എത്തുകയും അവനോട് കുശലാന്വേഷണം നടത്തി താൻ വന്ന കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബേബി കൂടി കുറെ നാൾ ഹോസ്പിറ്റലിലായിരുന്നുവെന്നും ഇനി കടയൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ താൻ ലീസിനെടുത്ത് നടത്തുന്ന ഷോപ്പ് ഇനി നടത്തിക്കൊണ്ടു പോവാൻ കഴിയില്ലെന്നും അയാൾ പറയുന്നുണ്ട്. അയാളോട് വീട്ടിൽ റെസ്റ്റ് എടുക്കാനും കടയുടെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും ഹരീഷ് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് പറയുമ്പോൾ ആ ഷോപ്പ് താൻ 3 ലക്ഷം രൂപ ലീസിനെടുത്തതാണെന്നും തനിക്കിപ്പോ പണത്തിന് അത്യാവശ്യമുണ്ടെന്നും ലീസ് ഒഴിഞ്ഞു കൊടുത്താൽ ആ 3 ലക്ഷം രൂപ തനിക്ക് കിട്ടുമെന്നും ഹരീഷ് വർഷങ്ങളായി ആ ഷോപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ട് അവനോട് ആ ഷോപ്പ് ഏറ്റെടുക്കാനും ഉടമസ്ഥൻ പറയുന്നുണ്ട്. ഇതിനായി 3 ലക്ഷം രൂപ ലീസായി മുടക്കിയാൽ മാത്രം മതിയെന്നും കടയിലെ സാധനങ്ങളുടെ വില നൽകേണ്ടെന്നും ലീസ് എഗ്രിമെന്റ് ഹരീഷിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കാമെന്നും ഉടമസ്ഥൻ പറയുന്നവൾക്ക് ഓണറാവാനുള്ള നല്ലൊരു അവസരമാണെന്നും ചിന്തിച്ചു നിൽക്കാതെ സമ്മതിക്കെന്നും ചന്തവും പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ താൻ എന്തു ചെയ്യുമെന്നും തന്റെ കയ്യിൽ അത്ര പണമില്ലെന്നും ഹരീഷും പറയും. അറിയാത്ത വേറെ ആർക്കും കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഹരീഷ് തനിക്ക് അറിയാവുന്ന പയ്യനായതുകൊണ്ടും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും ഹരീഷിന് ഒരു അവസരം നൽകാമെന്ന് തീരുമാനിച്ചതാണെന്നും വീട്ടുകാരുമായി തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം അറിയിക്കണമെന്നും പറഞ്ഞ് ഓണർ അവിടെ നിന്ന് പോവുകയാണ്. കയ്യിൽ കിട്ടിയ അവസരം ഏറ്റെടുക്കാത്തതിന് ചന്തു ഹരീഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ 3 ലക്ഷം രൂപ താൻ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഹരീഷും.
ഇങ്ങനെയൊരു നല്ല അവസരം കൈവിട്ട് കളയരുതെന്ന് ചന്തുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം വീട്ടിലെത്തുന്ന ഹരീഷ് വിഷമത്തോടെ തന്റെ ജോലി നഷ്ടപ്പെട്ട വിവരം സുഭാഷേട്ടനെയും കൂട്ടരെയും അറിയിക്കുകയാണ്. അവനത് പറയാനാവാതെ വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും നിതുവും ഹരീഷേട്ടനും തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്ന് നികേഷ് ചോദിക്കുന്നു. സുഭാഷ് നികേഷിനെ വഴക്കു പറയുമ്പോഴേക്കും ഇനി നിതു പ്രഗ്നന്റ് ആയോ എന്ന് സുധീഷൻ ചോദിക്കുക. അവനെ പറയാൻ സമ്മതിക്കെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ സുധീഷിനെ വഴക്കു പറയുന്നുണ്ട്. നിധിയെ കൂടി അങ്ങോട്ട് വിളിക്കാനായി ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷ് നിധിയെയും അങ്ങോട്ട് വിളിക്കുക. നിധി കൂടി അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഹരീഷ് തന്റെ ജോലി നഷ്ടപ്പെട്ട വിവരം വിഷമത്തോടെയും ഗൗരവത്തോടെയും അവരോട് പറയാനായി തുടങ്ങുകയാണ്. ഹരീഷ് വിഷമത്തോടെ കാര്യം അവതരിപ്പിക്കുമ്പോൾ സുധീഷ് അത് ഒരു തമാശയായാണ് എടുക്കുന്നത്. നിന്റെ ജോലി പോയല്ലേ എന്ന് ചോദിച്ച് സുധീഷ് പരിഹാസത്തോടെ ചിരിക്കുകയാണ്. അത് കണ്ട് നിധിയും ദേഷ്യത്തോടെ കണ്ണുരുട്ടി അവനോട് വാ പൂട്ടിയിരിക്കാനായി പറയുന്നുണ്ട്. ഹരീഷിന്റെ വിഷമകരമായ ആ അവസ്ഥയെ സുധീഷ് ചിരിയോടെ പരിഹസിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ സുധീഷിനെ ശാസിക്കുകയും അത്തരം തമാശകൾ ഒഴിവാക്കണമെന്ന് താക്കീതോടെ പറഞ്ഞ് തളർന്നു പോയ ഹരീഷിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ജോലി പോയത് വലിയ പ്രശ്നമല്ലെന്നും അവന് കഴിവുള്ളത് കൊണ്ട് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടുമെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവന് ധൈര്യവും ആത്മവിശ്വാസവും നൽകുകയാണ്. വീണ്ടും സുധീഷ് ഹരീഷിനെ നോക്കി പരിഹാസത്തോടെ ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിധി അവനെ ദേഷ്യത്തോടെ വഴക്കു പറയുകയും അവന്റെ തോളത്തിട്ടൊരടി വെച്ചു കൊടുക്കുകയും മിണ്ടാതിരിക്കാനായി പറയുകയും ചെയ്യുന്നുണ്ട്. താൻ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ ഉടമ കട പൂട്ടാൻ തീരുമാനിച്ചെന്നും അദ്ദേഹം അത് ലീസിനെടുത്തു നടത്തുന്നതായിരുന്നുവെന്നും അദ്ദേഹത്തിന് പണത്തിന് അത്യാവശ്യമായതുകൊണ്ട് തന്നോട് ആ കട ലീസിനെടുത്ത് നടത്താൻ ആവശ്യപ്പെട്ടെന്നും എന്ന് ഹരീഷ് വിഷമത്തോടെ പറയുന്നുണ്ട്. സൂപ്പർ എന്ന് നിധി ആവശ്യത്തോടെ പറയുമ്പോഴേക്കും ഓണറാവാൻ പോവുകയാണോ എന്ന് ചോദിച്ച് സുധീഷും ഹരീഷിന് ഷെയ്ക്കൻഡ് നൽകുകയാണ്. ഹരീഷ് സ്വന്തമായി ഒരു മെക്കാനിക്കൽ ഷോപ്പ് നടത്തുന്നത് നല്ല കാര്യമാണെന്ന് സുഭാഷ് ഏട്ടനും സന്തോഷത്തോടെ പറയും. ലീസ് എമൗണ്ട് എത്രയാവുമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ 3 ലക്ഷം ആവുമെന്ന് ഹരീഷ് പറയുന്നു. കട സ്വന്തമായി നടത്തുന്നത് നല്ല കാര്യം തന്നെയാണെന്നും പക്ഷേ 3 ലക്ഷം എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ലെന്നും അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. ഇതൊരു നല്ല അവസരമാണെന്നും ഇങ്ങനെയാണ് കരിയറിൽ ഉയർച്ചകൾ ഉണ്ടാവുന്നത്. ആദ്യം കട ലീസിനെടുത്തിട്ട് പിന്നീട് അത് സ്വന്തമായി വാങ്ങാൻ ശ്രമിക്കണമെന്നും പിന്നീട് ഷോപ്പിന് ഫ്രാഞ്ചൈസികൾ തുടങ്ങണമെന്നും അങ്ങനെ ഉയർച്ചയിലെത്തണമെന്നും അതിനുള്ള ആദ്യപടിയായി ഇതിനെ കണ്ടാൽ മതിയെന്നും നിധിയും അവൻ ആത്മവിശ്വാസം നൽകുകയാണ്. അവൻ കാശിന്റെ കാര്യത്തെക്കുറിച്ച് വീണ്ടും ടെൻഷനോടെ പറയുമ്പോൾ ഹരീഷ് ആ കട ലീസിന് എടുക്കണമെന്നും അതിനുള്ള പണം എല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്നും അവൾ ഉറപ്പു നൽകുമ്പോൾ ഹരീഷിനും ആശ്വാസമാവുകയാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ സുധീഷ് നിധിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായി അവൾക്കൊരു പെർഫ്യൂം എല്ലാം വാങ്ങിച്ചു വന്നിരിക്കുകയാണ്. അങ്ങോട്ട് വന്ന നിധിയും എന്തിനാ തന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. തന്റെ പ്രശ്നങ്ങളെല്ലാം നിധിയുടേതായി കണ്ട് തനിക്ക് നിധി വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിനു പകരമായി നിധിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതുകൊണ്ട് താൻ നിധിക്കായി ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അത് അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും അവൾ ആ പെർഫ്യൂം വാങ്ങി വലിച്ചെറിഞ്ഞ് തന്നെ ചീത്ത വിളിക്കുന്നതെല്ലാം സുധീഷ് സങ്കല്പിക്കുകയാണ്. എങ്ങനെയും നിധിക്ക് അത് കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ സുധീഷ് അത് അവൾക്ക് കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിധി അങ്ങോട്ട് വരുന്നത്. അവളെ കാണുന്ന അവൻ പെട്ടെന്നത് പിറകിലേക്ക് ഒളിപ്പിക്കുകയാണ്. എന്താ കാര്യമെന്ന് നിധി ചോദിക്കേ ഒന്നുമില്ലെന്ന് സുധീഷ് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് നിധി പോവാനായി തുടങ്ങുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തി അവൻ ആ പെർഫ്യൂം അവളുടെ നേരെ നീട്ടുകയും സുധീഷിന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അവൾ ആ പെർഫ്യൂം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. തന്റെ പ്രശ്നങ്ങൾ നിധിയുടേതായി ഏറ്റെടുത്ത് എല്ലാം സോൾവ് ചെയ്ത നിധിയോട് അവൻ നന്ദി പറയുന്നു. അതിനുവേണ്ടി നിധിക്കൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് വിചാരിച്ചതാണെന്നും അതുകൊണ്ടാണ് പെർഫ്യൂം ഗിഫ്റ്റായി തന്നതെന്നും സുധീഷ് പറയുമ്പോൾ നിധിയും മറുത്തൊന്നും പറയാതെ അവന് താങ്ക്സ് പറയും. പിന്നീട് രാവിലെയാവുമ്പോൾ ഹരീഷ് നേരത്തെ ഷോപ്പിലേക്ക് പോയെന്നറിഞ്ഞ് അവന്റെ മെക്കാനിക്കൽ ഷോപ്പിന്റെ ലീസിന്റെ കാര്യം നിധി സുഭാഷ് ഏട്ടനോട് സംസാരിക്കുന്നുണ്ട്. ഹരീഷിന് ഷോപ്പ് ലീസിനെടുക്കാനായി സുധീഷും മറ്റു കുടുംബാംഗങ്ങളും സഹായിക്കാമെന്ന് സമ്മതിക്കുകയാണ്. നിധിയുടെ ഇംപ്രഷൻ പിടിച്ചു പറ്റാനായി 1 lakh സുധീഷ് അതിലേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. താനും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നികേഷ് എഴുന്നേറ്റ് പോയി ബർത്ത്ഡേക്ക് സുഭാഷ് ഏട്ടൻ സമ്മാനമായി തന്ന ഗോൾഡ് റിങ് അവൻ നൽകുന്നുണ്ട്. അത് കണ്ട് സുഭാഷും അവനെ വഴക്കു പറഞ്ഞ് ആ കോൺട്രിബ്യൂഷനൊന്നും വേണ്ടെന്നും അവൻ പഠിച്ച് നല്ലൊരു ജോലി നേടിയാൽ മതിയെന്നും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഹരീഷിന്റെ ലീസിനു വേണ്ടി താനും സാമ്പത്തികമായി സഹായിക്കാമെന്ന് നിധിയും ഉറപ്പു നൽകുകയാണ്. തന്റെ കടയിലെത്തുന്ന നീതുവിനോട് താൻ ആ ഷോപ്പ് ലീസിനെടുക്കുന്ന കാര്യം ഹരീഷ് സന്തോഷത്തോടുകൂടി പറയുന്നുണ്ടെങ്കിലും നീതു അതിനെ നിസ്സാരവൽക്കരിക്കുകയും ഹരീഷിന്റെ ജോലിയെക്കുറിച്ച് തനിക്ക് അഭിമാനം തോന്നുന്നില്ലെന്ന് പറയുന്നത് ഹരീഷിനെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നു. ജോലി സ്ഥലത്ത് സിദ്ധാർത്ഥ് നിധിയോട് അടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൻ അവളോട് സൗഹൃദമായി പെരുമാറുകയും അവൾക്ക് കോഫി നൽകുകയും പെർഫ്യൂമിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന ദിവ്യ നിധിയോട് ഇതിനെക്കുറിച്ച് പറയുകയും സിദ്ധാർത്ഥിന് അവളോട് താല്പര്യമുണ്ടെന്ന് വീണ്ടും അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്.
ഒന്ന് ചുമ്മാതിരിക്കെന്ന് പറഞ്ഞ് നിധി അവളെ വഴക്കു പറയുകയാ. നിധിയും സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധാർത്ഥ് കോഫിയും കുടിച്ച് അവിടെ നിന്ന് അവളെ തന്നെ നോക്കി നിൽപ്പാ. അത് കണ്ട് നിധിയും ആകെ അസ്വസ്ഥയാവുകയാ. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് ശ്വേത എന്ന ഫ്രണ്ട് വിളിക്കുന്നത്. തനിക്ക് വളരെ പെട്ടെന്ന് ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കാനുണ്ടെന്നും ടൈമില്ലാത്തതിനാൽ നിധി അത് ചെയ്തു തരുമോ എന്നും ചോദിക്കാനായിരുന്നു ശ്വേതയുടെ വിളി. തനിക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് ശ്വേതയുടെ പ്രോജക്റ്റ് ചെയ്തു തീർക്കാൻ തനിക്ക് സമയമില്ലെന്നും പറഞ്ഞ് നിധി അവളെ ഒഴിവാക്കുകയാണ്. ആ കോൾ വെച്ചു കഴിയുമ്പോഴാണ് ഹരീഷിന്റെ ലീസ് എമൗണ്ടിന് താനും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നിധി ഓർമ്മിക്കുന്നത്. അതോർക്കെ അവളും ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി താൻ ആ വർക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ശ്വേതയെ വിളിക്കുകയാണ്. 2 ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കണമെന്ന് ശ്വേത പറയുമ്പോൾ താൻ പ്രൊജക്ട് ചെയ്തു തീർക്കാമെന്നും തനിക്ക് അതിനുള്ള ക്യാഷ് ഉടനെ കിട്ടണമെന്നും അങ്ങനെയാണെങ്കിൽ താൻ ആ ജോലി ഏറ്റെടുക്കാമെന്നും നിധി പറയുമ്പോൾ ശ്വേതയും അത് സമ്മതിക്കുകയാ. സുധീഷ് അപ്പോഴും ബൈക്കിൽ നികേഷിന്റെ അമ്മയെ തിരഞ്ഞു നടപ്പാ. അങ്ങനെ ഒടുവിൽ സുധീഷ് അവരെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ കടയിൽ നിന്നും സാധനങ്ങളും വാങ്ങി വരുന്ന അവർ സുധീഷിന്റെ മുമ്പിലൂടെ പോകുന്നുണ്ടെങ്കിലും അത് സുധീഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. സുധീഷ് അവരെ ഇടിക്കാനായി ചെല്ലുകയും അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും സുധീഷ് അപ്പോഴേക്കും അവരെ ശ്രദ്ധിക്കാതെ തന്റെ മറിയാൻ പോകുന്ന വണ്ടി പിടിച്ചു നേരെ നിർത്തുകയാണ്. അവൻ വണ്ടിയിൽ നിന്നുമിറങ്ങി സോറി പറഞ്ഞുകൊണ്ട് അവരുടെ സാധനങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുകയാണ്. എന്നാൽ തന്റെ മുന്നിലുള്ളത് നികേഷിന്റെ അമ്മയാണെന്ന് അവൻ ശ്രദ്ധിക്കുന്നില്ല. അവരാ കവറുമായി അവിടുന്ന് പോയി കഴിഞ്ഞതിനു ശേഷമാണ് അത് നികേഷിന്റെ അമ്മയാണല്ലോ എന്നുള്ള സംശയം സുധീഷിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് സുധീഷ് അത് ഉറപ്പുവരുത്താനായി തന്റെ മൊബൈൽ എടുത്ത് നികേഷിന്റെ അമ്മയുടെ ഫോട്ടോ നോക്കുകയാണ്. താൻ മുന്നേ കണ്ടത് നികേഷിന്റെ അമ്മയെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അവൻ തന്റെ ബൈക്കുമെടുത്ത് അവർ പോയ വഴിയെ പോവുകയാണ്. നികേഷിന്റെ അമ്മ വീട്ടിലെത്തുമ്പോഴേക്കും പറഞ്ഞ സമയത്ത് പലിശ പോലും കൊടുക്കാത്തതിനാൽ അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി പുറത്തേക്കിട്ടത് എടുത്തു വെക്കുന്ന അവരുടെ പുതിയ ഭർത്താവിനെയാണ് കാണുന്നത്. അവർ തമ്മിൽ അക്കാര്യവും പറഞ്ഞ് വീണ്ടും വഴക്കാവുമ്പോഴേക്കും അയാൾ ഇനിയും പണം ചോദിക്കാൻ വരുമ്പോഴേക്കും നമുക്കിവിടുന്ന് രക്ഷപ്പെടണമെന്ന് അയാൾ പറയുന്നുണ്ട്. എങ്ങോട്ട് പോകുമെന്ന് അവർ ചോദിക്കേ തനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നും ക്യാഷ് റെഡിയാവുന്നവരെ നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നും തമിഴ്നാടിനടുത്ത് തന്റെ ഫ്രണ്ടിന്റെ ഒരു ചായക്കടയുണ്ടെന്നും താൻ അവിടെ പോയി താമസിക്കുമെന്നും അയാൾ പറയേ താൻ എവിടെ പോകുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവരെ കൂടെ കൊണ്ടുപോവാൻ തനിക്ക് കഴിയില്ലെന്നും തൽക്കാലം ജോലി ചെയ്യുന്ന ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ബസ് സ്റ്റാൻഡിലോ സത്രത്തിലോ എവിടെയെങ്കിലും തൽക്കാലം താമസിക്കണമെന്നും അയാൾ പറയുന്നതുകൾക്ക് അവർ വീണ്ടും അയാളെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ അതിനെ ചൊല്ലി വഴക്കിടുമ്പോഴാണ് അവരെ തിരഞ്ഞുവന്ന സുധീഷ് ആ കാഴ്ച കാണുന്നത്. അത് അവർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അവിടെയാണ് അവരുടെ വീടെന്നും കണ്ടുപിടിച്ച് നിധിയെ വിവരം അറിയിക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ച് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. അവൻ പിന്നീട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നിധിയെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കാൻ സുധീഷ് എത്തണമെന്നും ഒരുമിച്ച് പോയി അവരെ കാണാമെന്നും നികേഷിനെ തൽക്കാലം ഇക്കാര്യം അറിയിക്കേണ്ടെന്നും അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്നും പറയേ സുധീഷും അത് സംബന്ധിച്ച് സന്തോഷത്തോടെ കോൾ വെക്കുകയാണ്. പിന്നീട് അവൻ ഹരീഷിനെയും സുഭാഷേട്ടനെയും എല്ലാം വിളിച്ച് നികേഷിന്റെ കാര്യം അറിയിക്കുമ്പോൾ അവർക്കും സന്തോഷമാവുകയാ. പിന്നീട് വൈകിട്ട് സുധീഷ് നിധിയെ വിളിക്കാനായി എത്തുമ്പോഴേക്കും അവർ തമ്മിൽ സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നത് കാണുന്ന സിദ്ധാർത്ഥിനത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അസൂയയോടെ അവരെ നോക്കി നിൽക്കുന്നത് ദിവ്യയും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷും നിധിയും നികേഷിന്റെ അമ്മയെ കാണാനായി തിരിക്കുമ്പോഴേക്കും അവരുടെ പുതിയ ഭർത്താവ് അവരെവിടെ തനിച്ചാക്കി എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. അയാൾ തന്നെ തനിച്ചാക്കി പോയ സങ്കടത്തിൽ അയാളെ കുറ്റപ്പെടുത്തിയും സ്വയം പരിതപിച്ചും അവർ വീടിന്റെ ഉമ്മറത്തിരുന്ന് കരയുമ്പോഴാണ് സുധീഷും നിധിയും അങ്ങോട്ട് ചെല്ലുന്നത്. നിധിയും സുധീഷും അവരുടെ അരികിലേക്ക് ചെന്ന് നികേഷിന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും തനിക്കിതാരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് അവർ സുധീഷിനെയും നിധിയെയും വഴക്ക് പറയുകയാണ്. അത് കേൾക്കെ സുധീഷും ലോറി ഡ്രൈവർ ഭാസ്കറിനെ അറിയാമോ എന്ന് ചോദിക്കെ നിധിയും തന്റെ മൊബൈലിലുള്ള അച്ഛന്റെ ഫോട്ടോ അവരെ കാണിക്കുകയാണ്. അവർ മറുപടി ഒന്നും പറയാതെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കെ അകത്ത് പോയി സംസാരിക്കാമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ നിധിയെയും സുധീഷിനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവർ നികേഷിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ വീട്ടിലേക്ക് വരാനായി നിർബന്ധിക്കുമ്പോഴേക്കും കടക്കാരുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളോർത്ത് അവർ നിധിയുടെയും സുധീഷിന്റെയും കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ നികേഷിന്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും നികേഷിന് അത് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പും ദേഷ്യവുമാണ് പ്രകടിപ്പിക്കുന്നത്. നികേഷിന്റെ അമ്മയുടെ തിരിച്ചുവരവ് കുടുംബത്തിന് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം താക്കീതോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛന്റെ എതിർപ്പുകൾക്കിടയിലും നികേഷിന്റെ സന്തോഷത്തിനായി ബാക്കിയുള്ളവർ അമ്മയെ പിന്തുണക്കുകയാണ്. അച്ഛനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനായി നിധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ദേഷ്യത്തോടെ ആ വീട് വിട്ടിറങ്ങി പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.